ഹായ് എവരി വൺ, ഗുഡ് ഈവനിങ്. ഞങ്ങൾ എല്ലാവരും കൂടെ ഫാമിലിയായിട്ട് ജസ്റ്റ് ഒന്ന് ഈവനിങ് ആയപ്പോഴത്തേക്കും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പാർക്കിലേക്ക് പോയതാണ്. ഞങ്ങളിവിടെ ഖലീഫ സിറ്റി അബുദാബി ഖലീഫ സിറ്റി എയിലാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ പാർക്ക്. പിള്ളേർക്കൊക്കെ വെക്കേഷൻ ആയതുകൊണ്ട് അവരൊക്കെ വെറുതെ വീട്ടിൽ ഇരുന്ന് ബോറടിക്കുമായതുകൊണ്ട് ജസ്റ്റ് അവിടേക്ക് ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അവിടെ ഒത്തിരി നല്ല സ്പേസ് ഉണ്ട് പിള്ളേർക്കായിട്ട്. അവർക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നല്ല ഇനഫായിട്ടുള്ള സ്പേസ് ഉണ്ട്. പിന്നെ കുറേ റൈഡ്സൊക്കെ ഉണ്ട്. അവർക്ക് അതിൻ്റെ അകത്തൊക്കെ നല്ലപോലെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ പോയി അവർക്കൊരു ഫണ്ണാവും. ഞങ്ങൾ പിള്ളേരവിടെയൊക്കെ പോയി ഓരോ റൈഡിൽ കയറിയപ്പോഴത്തേക്കും ഞങ്ങൾ ജസ്റ്റ് വോളിബോൾ സ്റ്റേഷനുണ്ടായിരുന്നു അവിടെ. ഞങ്ങൾക്ക് കളിക്കാനൊന്നും അറിയത്തില്ലെങ്കിലും ജസ്റ്റ് ഞങ്ങളൊന്ന് ട്രൈ ചെയ്തു. ഞങ്ങൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഒരു ബോളൊക്കെ എടുത്തുകൊണ്ടായിരുന്നു പോയത്. അതിലെ കൂടെയൊക്കെ ഞങ്ങൾ അറിയാവുന്ന രീതിയിൽ ഞങ്ങളുടെ രീതിയിൽ അങ്ങ് കളിച്ചു. വലുതായിട്ടൊന്നും നമുക്കൊന്നും അറിയത്തില്ല. ഞങ്ങളങ്ങനെ പഠിച്ചിട്ടൊന്നും നമുക്കൊന്നും അറിയത്തില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, ചുമ്മാ രസം. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് പിള്ളേരെല്ലാം അതുവഴിയൊക്കെ കുറേ പിള്ളേർക്ക് വേണ്ടിയുള്ള കുറേ കാര്യങ്ങളെല്ലാം എൻ്റെ ഇടയ്ക്ക് ഹസ്ബൻഡ് ഒന്ന് വീണു. അതിൻ്റെ ഒരു ഇത് അങ്ങനെ ഞങ്ങൾ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് നമുക്കൊന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു. ഇവിടെ അടുത്ത ആരെങ്കിലും ഖലീഫ സിറ്റിയിലൊക്കെ താമസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ട് ഒന്ന് ജസ്റ്റ് പോയി നോക്കാം. നമ്മുടെ സ്പേസൊക്കെ നല്ലൊരു ഇനഫ്, അതായത് പിള്ളേർക്കൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അവിടെ. ഞാൻ എല്ലാം ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നേരം നടന്നു അതിലെ കൂടെയൊക്കെ. എന്താ വെച്ചാൽ ഭയങ്കര ചൂടായിരുന്നു ഇവിടെ. ഹ്യൂമിഡിറ്റി നല്ലതാണ്, നല്ല ഹൈ ആയിരുന്നു. അതുകൊണ്ട് നല്ലതായിട്ട് ഞങ്ങൾ വേർത്തു. അതേ ഉള്ളായിരുന്നു ടിഷ്യൂ. അല്ലാതെ നമുക്കൊരു ഫാമിലിയൊക്കെ ആയിട്ട് പോയി എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. കുറേ നേരം ഞങ്ങൾ അങ്ങനെ അതിൻ്റെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചു. കാര്യം പറഞ്ഞാൽ നമുക്കറിയത്തില്ലെങ്കിലും നമ്മൾ എല്ലാം ട്രൈ ചെയ്യണമല്ലോ. നമുക്ക് ഏത് സമയത്തും നമുക്ക് എന്തും ചെയ്യാം, അതൊരു ഇതുണ്ടായിരിക്കണമല്ലോ. നമ്മൾ അറിയത്തില്ലെങ്കിലും നമ്മൾ ട്രൈ ചെയ്യുക. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ തട്ടി കുറച്ച് നേരം അങ്ങനെയൊക്കെ കഴിഞ്ഞു. പിന്നെ പിള്ളേരൊക്കെ ആയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. ഞങ്ങൾ കുറച്ച് നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ പിള്ളേരവിടെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഫ്രണ്ട്സെന്ന് വെച്ചാൽ അവിടെ കുറേ പേര് വേറെ ഫാമിലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരുമൊക്കെ ആയിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളിച്ചു. കുറേ നേരം അങ്ങനെ പോയി. പിന്നെ ഹസ്ബൻഡ് കുറേ നേരം അവരെ ഹെൽപ്പ് ചെയ്തു ഒന്ന് ജസ്റ്റ് റൈഡിലൊക്കെ കയറാൻ വേണ്ടി. അങ്ങനെ അവർ വളരെ ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം നമുക്ക് ഒരു ഈവനിങ് ടൈമിൽ ഇവിടെയാണെങ്കിൽ ഇപ്പോൾ പിള്ളേർക്കൊക്കെ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് വീട്ടിൽ ഇരുന്ന് അവർ ബോറടിച്ച് എപ്പോഴും ടി വിയും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അതിൽ നിന്നൊക്കെ ജസ്റ്റ് ഒരു ചേഞ്ചിന് വേണ്ടി നമുക്ക് ഈവനിങ്ങിലൊക്കെ ഇവിടെ ഇപ്പോൾ ഇതിങ്ങനെ ഹ്യൂമിഡിറ്റിയൊക്കെ ഹൈ ആയതുകൊണ്ട് നമുക്ക് ഈവനിങ് ടൈമിലേ പോകാൻ പറ്റുള്ളൂ. പിന്നെ ഇതൊരു റൈഡായിരുന്നു. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ആദ്യം വിചാരിച്ചു ഇതിന് വലിയ ഇതൊന്നും ഇല്ലയെന്ന്. പക്ഷേ നല്ല സ്ട്രോങ് ആണ് സംഭവം. ഞാനും ഹസ്ബൻഡും മക്കൾ 2 പേരും അതേ കയറി കുറേ നേരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എനിവേ നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇടയ്ക്ക് വെച്ച് അവിടെ വന്ന് മിഡിലിൽ വന്ന് സ്റ്റക്കായി പോയി. പിന്നെ ഇത് അങ്ങോട്ടും പോകുന്നില്ല ഇങ്ങോട്ടും പോകുന്നില്ല. പിന്നെ എന്നെ ഹസ്ബൻഡ് വന്നാണ് ഇറക്കിയത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ ആയിരുന്നു. അപ്പോഴത്തേക്കും വേറെ ഫാമിലീസൊക്കെ അവിടെ വന്നു അതേ കയറാൻ വേണ്ടി. അങ്ങനെ ഞങ്ങളങ്ങനെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി. രസമുണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ. താങ്ക് യു. ബൈ.